രൂക്ഷമായൊരു സാഹചര്യമാണ്. തീർച്ചയായും അവിടുത്തെ 2-3 പ്രശ്നങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കൂടി മനസ്സിലാക്കുക. അവിടെ സിഗ്നലുകളില്ല, അവിടെ പല ടവറുകളും ജാമായി കിടക്കുന്ന സാഹചര്യമുണ്ട്. KSEB പവർ ഇല്ലാത്തതുകൊണ്ട് 30 മൊബൈൽ ടവറുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് അവിടുന്ന് ഏജൻസി തന്നെ നമ്മളെ വിളിച്ചറിയിക്കുന്നുണ്ട്. തീർച്ചയായും ഇത്തരം പ്രതികൂല സാഹചര്യങ്ങൾ അവിടെയുണ്ട്. പക്ഷേ എങ്കിലും ആളുകൾക്ക് അവരുടെ അച്ഛൻ, അമ്മ, സഹോദരി ഇവരൊക്കെ അവിടെ പെട്ടുപോയിട്ടുള്ളതെന്ന് അറിയാനുള്ള സ്വാഭാവികമായ ആഗ്രഹമുണ്ടെന്ന് മാത്രമല്ല, നൂറുദ്ദീൻ പറയുന്നത് പോലെ കൺമുന്നിൽ 7 മൃതദേഹങ്ങളുണ്ട്. 2 പേർ അത്യാസന്ന നിലയിലാണ്. അവർ മദ്രസയിൽ അവരെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് നൂറുദ്ദീൻ പറയുന്നു. എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയുന്നൊരു വാർഡ് മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസ്, നമ്മളോടൊപ്പം നൂറുദ്ദീൻ ചേർന്നിരുന്നു. ഞങ്ങൾ ആ നമ്പർ അയച്ചു തരാം. നൂറുദ്ദീൻ വല്ലാതെ നിലവിളിക്കുകയാണ്. അദ്ദേഹം എങ്ങനെയെങ്കിലും രക്ഷിക്കണം. 250 പേര് കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവിടെ. ഈ 2 പേർ അത്യാസന്ന നിലയിലാണ് ആ മദ്രസയിൽ എന്ന് ഈ നൂറുദ്ദീൻ വിളിച്ചു പറയുന്നു. 7 മൃതദേഹങ്ങൾ അദ്ദേഹത്തിന് മുന്നിലുണ്ട് എന്നതാണ്. രൂക്ഷമാണ് സാഹചര്യം അത്രേ. മിനിസ്റ്റർ, ഹലോ. മിനിസ്റ്റർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ അവിടെ അതിന്റെ തൊട്ടടുത്താണ് ഉള്ളത്. അവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ നമ്പറും വിവരമൊക്കെ തന്നെ ബന്ധപ്പെട്ട കൺട്രോളും ഇവരൊക്കെ ഇടപെടുന്നുണ്ട്. എല്ലാവരും ഇടപെടുന്നുണ്ട്. ഈ വിവരം നൂറുദ്ദീൻ നിൽക്കുന്നത് പുഞ്ചിരിമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ് മിനിസ്റ്റർ. പുഞ്ചിരിമറ്റം. ഈ പുഞ്ചിരിമറ്റത്ത് 2 പേര് മദ്രസയിൽ അത്യാസന്ന നിലയിലാണ്. 2 ചെറുപ്പക്കാരാണ്. 20 വയസ്സ് 22 വയസ്സ് മറ്റോ ഉള്ളൂ. ഒരു കാര്യം കൂടി മിനിസ്റ്റർ, അവിടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവില് കുറച്ച് ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ട്. അവർക്ക് കുറച്ച് വെള്ളവും മറ്റ് സംവിധാനങ്ങളും എത്തിക്കാനുള്ള സംവിധാനം കൂടി വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ. താങ്ക് യു മിനിസ്റ്റർ. മുഹമ്മദ് റിയാസ് ആണ് നമുക്കൊപ്പം ചേർന്നത്. നൂറുദ്ദീൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടേക്ക് എത്തേണ്ടതുണ്ട്. ഇപ്പോൾ ആ സ്പോട്ട് പുഞ്ചിരിമറ്റമാണ്. അത് മിനിസ്റ്റർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൺട്രോൾ റൂമിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ആർമിയുടെ യൂണിറ്റ് അവിടെ എത്തേണ്ടതുണ്ട്. ഇപ്പോൾ സമയം 1.25 മണിക്കൂറായി. 5:30-6 മണിയാകുമ്പോഴേക്കും ഇരുട്ടും. അതിനു മുൻപ് നമുക്ക് രക്ഷാപ്രവർത്തനത്തിൽ പരമാവധി ആളുകളെ ജീവനോടെ തിരികെ എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഒരൊറ്റ ലക്ഷ്യം മാത്രമേ നമുക്കുള്ളൂ.